ഒരു ഭാഗത്ത് ആശാ പ്രവർത്തകരുടെ സമരം നടക്കുന്നു, മറുഭാഗത്ത് അംഗൻവാടി വർക്കേഴ്സും പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പർമാരുടെയും സമരം നടക്കുകയാണ്. ഈ രണ്ട് സമരത്തിനും സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനങ്ങൾ പലതുമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും തികച്ചും ന്യായമായ ചില കാര്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടാൽ ഈ സമരം രണ്ടും അവസാനിപ്പിക്കാൻ കഴിയും. ഇത് രണ്ടിനെയും സമരത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സമരങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവർ കേരളത്തിൽ എത്രമാത്രം സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളവരാണ് എന്ന് നന്നായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പലവട്ടം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അവരങ്ങനെ ഒരു കാര്യം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികരണം നന്നായി വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഇന്നലെ എന്തിനാണ് അവർ പോയത്? ഇന്നലെ ഡൽഹി വന്നിരുന്നല്ലോ. ഡൽഹി വന്നപ്പോൾ ഞാൻ കേട്ട ചില മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവർ മന്ത്രിയെ കാണാൻ വേണ്ടി വരുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷേ മന്ത്രിയെ കാണാൻ വരുന്നു എങ്കിൽ നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കണം. ആ അപ്പോയിൻമെൻറ്റ് ചോദിച്ച് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് എന്ന് ഇവിടെ പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. ചോദിച്ച് ഫോണിൽ സംസാരിക്കേണ്ട കാര്യമില്ല, അത് മെയിൽ കൊടുത്താൽ മതി. ആ മെയിൽ കൊടുത്താൽ അത് കണ്ടുകൊണ്ട് അതിനുള്ള സമയം അനുവദിച്ചു കൊടുക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ഞങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് എന്താ, എന്നോടാരും സമയമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സമയം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എന്നോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനവസരം ഞാൻ കൊടുക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വിഷയം തീർക്കുന്നതിന് വേണ്ടി വരുന്ന മന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആയിരിക്കണം പോകേണ്ടത്. അവർക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അല്ലാതെ പോകട്ടെ. സംസ്ഥാന സർക്കാരിൻ്റെ പണവും ചെലവഴിച്ചുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ ആശമാരുടെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ പോവുക, എന്നിട്ട് മടങ്ങി വരിക. ഈ സംസ്ഥാനം പ്രധാനമായിട്ടും പറയുന്നത് ഖജനാവ് കാലിയാണ്. സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ആശാപ്രവർത്തകർ മനസ്സിലാക്കണമെന്നാണ് മന്ത്രി കഴിഞ്ഞ വട്ടത്തെ ചർച്ചയിലൊക്കെ പറയുന്നത്. അത് ആശാപ്രവർത്തകരല്ലേ അതിനൊരു തീരുമാനമെടുക്കേണ്ടത്? അവർ പറഞ്ഞല്ലോ, ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കാലിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമില്ല. അത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തെടുക്കണം. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് 41 ദിവസക്കാലമായി ഈ ആശാ വർക്കർമാർ ഇവിടെ സമരം നടത്തുന്നത്. അത് സംശയമില്ലാത്ത കാര്യമില്ലേ? ആശാ വർക്കർമാരെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ മന്ത്രി ഇന്ന് ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഇപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യം എന്ന് പറയുന്നത് അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായ ഉള്ള ഒരു വിധി ഗുജറാത്ത് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ആ ഗുജറാത്ത് ഹൈക്കോടതി കൊടുത്തതനുസരിച്ച് ഉള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗുജറാത്ത് ഹൈക്കോടതി അങ്ങനെയൊക്കെ തരും, പക്ഷേ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനെ അപ്പർ എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ അതിനെ വീണ്ടും ഫയൽ ചെയ്യും, സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകും എന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞ വർത്തമാനമാണ് ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് കാര്യത്തിലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. പാവപ്പെട്ട സഹോദരിമാരെ ഇതുപോലെ മഴയും വെയിലും കൊണ്ട് ഇവിടെ കിടക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്ന ഈ സർക്കാർ തന്നെയാണ്. ഈ സർക്കാർ അതിന് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ അഭിപ്രായവും. അത് തന്നെ ഞാൻ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പലതും പറയും. പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ടാണ് മന്ത്രി പോയതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, മന്ത്രി വെറുതെ അവിടെ പോയി. മന്ത്രി പോയതിനെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞ് അതും നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. സംശയം എന്താ കാര്യത്തിൽ? ഞങ്ങൾ ഒന്നിച്ചു പോകും, ഒറ്റക്കെട്ടായിട്ട് പോകും. അക്കാര്യത്തിൽ ഇപ്പം മറുപടിയില്ല, അത് പറയേണ്ട സമയത്ത് പറയും.